ക്യാമറ ഇല്ലാത്ത റൂമിനുള്ളിൽ കൊണ്ടുപോയിട്ട് ഫുള്ള് തലക്കും മൂക്കിനൊക്കെ പട്ടി കഴിച്ചിട്ട് അടിക്കുക. അത് കഴിഞ്ഞ് ഞാൻ അവിടെ വെയ്യാണ്ട് കിടക്കും. പിന്നെയും വന്ന് പോലീസുകാർ, ബാക്കിയുള്ള പോലീസുകാരും കൂടി ഒന്ന് മുഖത്തൊക്കെ ഒന്ന് കുത്തി. എന്നൊരു കാര്യമില്ലാണ്ട് ഞാൻ കൊച്ചിയിൽ വലിയ ആളാണ്, ഞാൻ കൊച്ചിയിൽ കുറേ കളിച്ചു വന്ന ആളാന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ പട്ടികയായിട്ട് വന്ന് അടിക്കുന്നത്. ബേപ്പൂർ സ്വദേശിയായ യുവാവിനെ ബേപ്പൂർ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതി. നമുക്കൊപ്പം ഇപ്പോൾ ആ യുവാവ് തന്നെ ചേരുന്നുണ്ട്. എന്താ സംഭവിച്ചത്? ട്രിബിളെടുത്ത് പോയതാണ്. ട്രിബിളെടുത്ത് പോയപ്പോൾ എന്നോട് ഫൈൻ അടയ്ക്കാന്നൊക്കെ പറഞ്ഞ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് അപ്പോൾ ഫ്രണ്ടിൻ്റെ അമ്മ എത്തിയിട്ടുണ്ട്. എന്നോട് സ്റ്റേഷനിലേക്ക് വണ്ടിയായിട്ട് ബാക്കിൽ വരാനാണ് പറഞ്ഞത്. ഞാൻ ബാക്കിൽ അങ്ങോട്ട് പോയി. അപ്പം ആ ഫ്രണ്ടിൻ്റെ അമ്മ ഉണ്ട്, ഓല എന്തൊക്കെയോ പറഞ്ഞ് ഓളോട് കേസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടുത്തെ വേറൊരു പോലീസുകാരൻ വന്ന്, അവിടുത്തെ എസ്-നെക്കാട്ട് റാങ്ക് കൂടിയ ഒരു പോലീസുകാരൻ വന്ന് ഓല അമ്മനെയും ഓൻ എന്തിനാണ് ഇരുത്തിയത് അപ്പോൾ പറഞ്ഞു ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഓല അവിടുന്ന് വിട്ട് എന്നിട്ട് ഇന്നെ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഓൻ്റെ അമ്മയും ഓലും ഉണ്ട്. അപ്പോൾ ഓല മുന്നിലിട്ടിട്ട് എന്നെ അടിച്ച്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടിയിട്ടാണ് വന്ന്. ഓനെ വേറൊരു ചെക്കനെ നോക്കാൻ വേണ്ടി പോയതിന്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനെയും കൊണ്ട് വന്നപ്പം ഓനെയും പിടിച്ച് പുറത്തേക്ക് തള്ളിയിട്ട് എന്നെ അവിടെ ആ പോലീസ് സ്റ്റേഷൻ ഫുള്ള് പൂട്ടിയിട്ട് അവിടെ ഇട്ട് അടിച്ച്. അതിനുള്ള ഒരു പട്ടിക ഇട്ടിട്ട് ആ ക്യാമറ ഇല്ലാത്ത റൂമിനുള്ളിൽ കൊണ്ടുപോയിട്ട് ഫുള്ള് തലക്കും മൂക്കിനൊക്കെ പട്ടിക വെച്ചിട്ട് അടിക്കുക. അത് കഴിഞ്ഞ് ഞാൻ അവിടെ വെയ്യാണ്ട് കിടക്കും. പിന്നെയും വന്ന് ബാക്കിയുള്ള പോലീസുകാരും കൂടി ഒന്ന് മുഖത്തൊക്കെ ഒന്ന് കുത്തി. ഞാൻ തല ഇറങ്ങിയിട്ട് ഞാൻ അവിടെ എന്നിട്ടും സാറിനോട് വെള്ളം ചോദിച്ചിട്ട് വരെ തന്നിട്ടില്ല. ഒരു പോലീസാണോ? അല്ല, എന്നൊരു 3-4 പോലീസുകാരെ അടിച്ച്. എസ് ഐ അടക്കമുള്ള ബാക്കിയുള്ള പോലീസുകാരൊക്കെ എന്നെ മുഖത്തൊക്കെ കുത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞൊരു കടലാസിൽ എഴുതി ഒപ്പിട്ട് കൊടുത്താൽ എന്നെ വിടാം, കേസും കാര്യങ്ങളൊന്നും ആക്കൂല, ഈ നാളെ രാവിലെ 10 മണിയാകുമ്പോൾ ഇങ്ങോട്ട് വരണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ അവിടുന്ന് വിട്ടതാണ്. ഇതാക്കൂല, വീട്ടിലൊന്നും അറിയിക്കൂല, ട്രിബിൾ എടുത്താണ് ഫൈനൊന്നും ആക്കൂല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടേ അടിച്ചത്. പെട്ടെന്ന് ആ സാറ് എന്തോ ഒരു ഇതായമാതിരി പെട്ടെന്ന് വന്ന് എന്നെ അടിച്ചതാണ്. ഒരു പ്രകോപനം ഇല്ലാതെയാണോ നിങ്ങൾ? ഒരു പെട്ടെന്ന് റൂമിൻ്റെ ഉള്ളിലോട്ട് ബാക്കോട്ട് പോയി ഒരു പട്ടിക എടുത്ത് വന്ന് മൂപ്പര് വേഗം വന്ന് പെട്ടെന്ന് അങ്ങോട്ട് അടിക്കുക ചെയ്തു. റൂമിൻ്റെ ഉള്ളിലിട്ടിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയും ആൾക്കാരൊക്കെ അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഓലൊക്കെ കണ്ടിട്ട് എന്തിനാ അടിച്ചതെന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ആ സാറ് ഒന്നും പറയാണ്ട് പെട്ടെന്ന് എന്നോട് പോയിക്കോ, നാളെ വരണം, നാളെ വന്നില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കയറും, എൻ്റെ പേരിൽ ഓരോ കേസ് ഇട്ട് തരും, നാളെ രാവിലെ 10 മണിയാകുമ്പോൾ ഇവിടെ എത്തണം, ഇല്ലെങ്കിൽ ബാക്കി കാണിച്ചു തരാം, എന്നെ റിമാൻഡ് ചെയ്യിക്കും, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് ഇതാക്കിച്ച് ഒരു കടലാസിൽ വരുമ്പോൾ എഴുതി ഒപ്പിടിപ്പിക്കുകയും ചെയ്തു. ട്രിപ്പിൾ എടുത്ത് പോയ സംഭവം ഉണ്ടായതെപ്പോഴാണ്? ട്രിപ്പിൾ എടുത്ത് പോയത് ആ ടൈമിന് തന്നെ ഒരു 6 മണി 5:30 ആ ടൈം ആകുമ്പോൾ പിടിച്ച് എന്നോട് ബാക്കിൽ വരാൻ പറഞ്ഞു. എൻ്റെ ഫ്രണ്ടിനെ ജീപ്പിലിട്ട് കൊണ്ടുപോയി. ഞാനവിടെ എത്തുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നവും ഇല്ല, ട്രിപ്പിളിൻ്റെ വേറെ ആർക്കും ഒരു പ്രശ്നവും ഇല്ല. ആ സാറ് എന്നോട് എന്തോ ഒരു വൈരാഗ്യമുള്ള മാതിരി എന്നെ പിടിച്ചടിക്കുക ചെയ്തു. പോലീസ് പറയുന്നതേ ഈ ചില കഞ്ചാവ് കേസുകൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കഞ്ചാവ് കേസ് ഈ സാറ് ട്രിപ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് അവിടെ നാട്ടിൽ തന്നെ ഒരു കിരൺ എന്ന് പറഞ്ഞ സാറുണ്ടല്ലോ, ആ സാറിൻ്റെ കണ്ടിട്ട് ഇതാക്കാൻ നോക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. എന്നൊരു കാര്യമില്ലാണ്ട് ഞാൻ കൊച്ചിയിൽ വലിയ ആളാണ്, ഞാൻ കൊച്ചിയിൽ കുറേ കളിച്ചു വന്ന ആളാന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ പട്ടികയായിട്ട് വന്ന് അടിക്കുന്നത്. അല്ലാതെ ഈ കേസിന് ഞങ്ങളെ കയ്യിൽ നിന്നൊന്നും കിട്ടിയ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങളെ കയ്യിൽ നിന്ന് ഒരു സിഗരറ്റ് വരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കോലിക്ക് വലിക്കാനുള്ള കേസ് ഇടാമെന്ന് വെക്കാം. ഞങ്ങളെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടിയില്ല. ട്രിബിൾ എടുത്ത് ഞങ്ങൾ എന്നിട്ട് എന്നെ തപ്പുകയും ചെയ്തു പുറത്തുനിന്ന്. അവിടുന്ന് തപ്പിയിട്ടാണ് എന്നെ വണ്ടി ഓടിപ്പിച്ചത്. തപ്പിയിട്ട് ഓൾക്കൊന്നും കിട്ടിയിട്ടുമില്ല. എന്നിട്ട് ഒരു കാര്യമില്ലാണ്ട് ഇതാക്കുകയാണ് ചെയ്തത് ആ സാറ്. നിങ്ങൾക്കെതിരെ FIR ഇട്ടിട്ടുള്ളത് കഞ്ചാവ് വലിച്ചു എന്നുള്ളൊരു വകുപ്പ് ചേർത്തിട്ടാണ് FIR ഇട്ടിട്ടുള്ളത്. അപ്പം നിങ്ങളെ അങ്ങനെയൊന്നും വലിച്ചിട്ടും പിടിച്ചിട്ടൊന്നുമില്ല? അല്ല, വലിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടി കൊള്ളുന്നതിൽ കാര്യമുണ്ടെന്ന് നോക്കാം. എന്നെ വലിച്ച കാര്യം പോലും കണ്ടിട്ടുണ്ടോ? എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒന്നും കിട്ടിയിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ സാറിൻ്റെ വെറുതെ എന്തോ ഒരു വൈരാഗ്യമുള്ള മാതിരി പെട്ടെന്ന് വന്നിട്ട് എന്തോ ഒരു പ്രഷറിൽ വന്നിട്ട് അടിക്കുക ചെയ്തു. അതും അടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലക്കും ബാക്കിലൊക്കെ വീക്കാണ്. ഫുള്ള് തലക്കൊക്കെയാണ് അടിച്ചത്. തലക്ക് മൂക്കിൻ്റെ വെടിയൊക്കെയാണ് പട്ടിക വെച്ച് അടിച്ചത്. ഫുള്ള് ബോധം പോകണ സീൻ. അവിടുന്ന് ബോധമൊക്കെ പോയതാണ്. അവിടുന്ന് പോയി അങ്ങനെ കുഴഞ്ഞിരുന്നപ്പോഴും പിന്നെയും വന്ന് ബാക്കിയുള്ള പോലീസുകാരും കൂടി വന്ന് കുത്തത്. ഇത് കുത്തി അടയാളാണ്, ഇത് പട്ടിക വെച്ച് അടിച്ചതാണ് മൂക്കിൻ്റെ വട. പിന്നെ അതാ കൈ മേത്ത് മൊത്തം പുറം, ഇതാ കഴുത്തിൻ്റെ വട, തലേൻ്റെ വട, കൈ ചതുക്കുണ്ട്. അപ്പം ബാക്കിയുള്ള പോലീസുകാരൊന്നും ഇടപെടുകയൊന്നും ചെയ്തിട്ട് ആ സാർ SIനെ പിടിച്ചേക്കാൻ വന്ന് കുറേ പോലീസുകാർ പിടിച്ചേക്കാൻ വന്നിട്ട് ആ സാറിനെ കിട്ടുന്നില്ല. പിടിച്ച് വെച്ചിട്ട് പിന്നെയും അടിക്കുക ചെയ്തു ആ സാറ്. അയാളുടെ പേര് പറഞ്ഞു എൻ്റെ SIൻ്റെ ധനീഷ് SI പറഞ്ഞ SIയും പിന്നെ ബാക്കിയുള്ള പോലീസുകാരും കൂടി അടിച്ചത്. നമ്മളെന്തും പരാതി കൊടുക്കും അങ്ങനെ? ഞങ്ങൾ പരാതി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ലീഗലായിട്ട് തന്നെ മൂവ് ചെയ്യും.